ഹായ് മകളെ, എൻ്റെ പേര് ഇന്ദ്രജിത്ത് എന്നാണ്. ഞാൻ ന്യൂട്ടൺസിൽ മാത്സ് എടുക്കുന്ന ടീച്ചറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 7ാം ക്ലാസ്സിൽ നമ്മളുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാരലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. അധികം ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ചോ. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് വെറുതെ വീഡിയോ കണ്ട് വിടാതെ ടെക്സ്റ്റ് ബുക്കും അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഒരു നോട്ട് ബുക്ക് പെന്നൊക്കെ എടുത്ത് കയ്യിൽ വെച്ചോ. സ്കെയില് പെൻസിലൊന്നും വേണ്ട, റഫായിട്ട് വരച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഉഷാറല്ലേ എല്ലാവരും? യെസ്. അപ്പോൾ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മളുടെ ചാപ്റ്റർ ഏതാ ചാപ്റ്റർ? പാരലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ എന്നാണ് ചാപ്റ്റർ. പേര് തന്നെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, പാരലൽ അല്ലെങ്കിൽ സമാന്തര വരകൾ. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. എന്താണ് പാരലൈൻ, എന്താണ് ഈ സമാന്തര വര എന്നുള്ളത്. നോക്കൂ, റെയിൽവേ ലൈൻ കാണിച്ചിരിക്കുകയാണ്, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ലൈൻസ് കാണിച്ചിട്ടുണ്ട്, റോഡ് കാണിച്ചിട്ടുണ്ട്, പിന്നെന്താ റണ്ണിങ് ട്രാക്ക്, ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുക? പാരലൈൻ എന്ന് പറഞ്ഞാൽ അതെ ഇവിടെ വരച്ചിട്ടുണ്ടല്ലോ, കണ്ട, നോക്കി, രണ്ട് ലൈൻ ഞാനിപ്പോൾ എ ബി, ഒരു ലൈൻ എ ബി എന്നും മറ്റേ സി ഡി എന്നും ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, എ ബി എന്നും സി ഡി എന്നും കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എ ബി ഈസ് പാരലൽ ടു സി ഡി ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ലൈൻസ് തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, കൂട്ടിമുട്ടരുത്. എവിടെ നോക്കിയാലും ഇവർ തമ്മിലുള്ള എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കുള്ളൂ, സെയിം ആയിരിക്കുള്ളൂ. അതാണ്, അങ്ങനെയല്ലേ? റെയിൽവേ ലൈൻ എവിടെയെങ്കിലും പോയി കൂട്ടിമുട്ടുമോ രണ്ട് ലൈനും? ഇല്ല അല്ലേ? അതുപോലെ ഇലക്ട്രിസിറ്റി ലൈനും അങ്ങനെ തന്നെയാണ്. റണ്ണിങ് ട്രാക്കായി ഇങ്ങനെ കൂട്ടിമുട്ടുമോ? ഇല്ല. അങ്ങനെയാണ് പാരലൈൻ പറയാം കേട്ടോ. തമ്മിൽ കൂട്ടിമുട്ടില്ല, മുട്ടാത്ത ലൈൻസ് ആണ് എന്ത്, പാരലൈൻ അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? അതെ. അപ്പം ഇതിൽ അത് തന്നെ കുറച്ച് ആംഗിൾസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. വെറുതെ ഒരു കാര്യം പറഞ്ഞിരിക്കാൻ, ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു പോയിന്റാണ്. ജസ്റ്റ് ഞാൻ വെറുതെ ക്വസ്റ്റ്യൻസ് ചെയ്യിച്ച് പോവാതെ അതിൻ്റെ കുറച്ച് ഐഡിയയും കൂടി തരാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ വന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നോക്കിക്കോളൂ എല്ലാവരും. ലൈൻസ് ആൻഡ് ആംഗിൾസ്, വരകളും കോണുകളും എന്നുള്ള ഭാഗത്താണ് നമ്മൾ ഒരു ലൈന് വേറൊരു ലൈൻ ക്രോസ് ചെയ്ത് പോയിരിക്കുകയാണ് അല്ലേ? നമ്മളുടെ ഒരു ഓറഞ്ച് ലൈന് ഒരു ബ്ലൂ ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയിരിക്കുകയാണ്. ശരിയല്ലേ സാറ് പറഞ്ഞത്? അതെ. ഓറഞ്ച് ലൈന് ഒരു ബ്ലൂ ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോണ സമയത്ത് എന്താണ് കണ്ടോ, നമ്മളുടെ ഓറഞ്ച് ലൈൻ ഉണ്ട്, ആ ഓറഞ്ച് ലൈനെ ഒരു ബ്ലൂ ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയേക്കാണ് അല്ലേ? ആ സമയത്ത് ഉണ്ടാവുന്ന ആംഗിൾസിനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതെല്ലാം ആംഗിളുകൾ ഉണ്ടാവും നോക്കൂ, ഞാൻ ജസ്റ്റ് കാണിക്കാം. ആദ്യത്തത് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നില്ലേ? യെസ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നില്ലേ? ഉണ്ട്. ഇവിടെ ഉണ്ടാവുന്നുണ്ട്, ഇവിടെ ഉണ്ടാവുന്നുണ്ട്. 1, 2, 3, 4 ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ അല്ലേ? അത് തമ്മിലൊരു റിലേഷൻ കൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എന്താണ്, ഒരു ആംഗിൾ തന്നിട്ട് ബാക്കിയുള്ള കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നോക്കൂ, നമുക്ക് ഈ ലൈൻ മാത്രം എടുക്കാം. നോക്കൂ, കണ്ട, ഒരു ലൈൻ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കട്ടത്, താഴേക്കുള്ള ഞാൻ വിട്ടു. അപ്പോൾ ഒരു ലൈനിലുള്ള ഒരു ആംഗിള്, ഇതിൻ്റെ ബാക്കി ഇപ്പുറത്തുണ്ട്. നോക്കി, ഞാനിത് ഇവിടെ എടുത്ത് വരയ്ക്കാം നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. ഇതേ 50. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും എന്നാണ് അപ്പോൾ റിലേഷൻ പറയാൻ പറ്റും. അത് 50 ആണെങ്കിൽ ഇവിടെ വരാം 130 ആയിരിക്കുള്ളൂ. എന്തുകൊണ്ടാണെന്ന് അറിയോ? അത് ഒരു ലൈനിലെ ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ഓക്കെ, അതായത് ലീനിയർ പെയർ 180 ഡിഗ്രി കിട്ടണം. ഓക്കെ അല്ലേ പറഞ്ഞത്? യെസ്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി 180 ഡിഗ്രി കിട്ടണം. ഇതാണ് ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്ന് പറയുന്നത്. അതെങ്ങനെ മനസ്സിലായപ്പോൾ 130 ആണെന്ന്? ടോട്ടൽ 180 ഉണ്ട്, ഒരു 50 ഉണ്ട്, അത് കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ള 130 കിട്ടി. ഓക്കെ അല്ലേ? ഇവിടെ 130 ആണ്. ഇവിടെ 50 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് എന്തായിരിക്കുള്ളൂ? 50 ആയിരിക്കുള്ളൂ. ഇവിടെ 130 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് എന്തായിരിക്കുള്ളൂ? 130 ആയിരിക്കുള്ളൂ. എന്താ ഇതിൻ്റെ
എന്താ അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, എതിർ കോണുകൾ തുല്യമായിരിക്കും. അപ്പൊ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്നെന്താ, ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി എത്രയായിരിക്കും, സമയം എത്രയായിരിക്കും, 180 ഡിഗ്രി 180 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾ എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. രണ്ട് കാര്യങ്ങൾ സെറ്റ് അല്ലേ? യെസ്, അടിപൊളി. നോക്കൂ, ഇതിലൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ജസ്റ്റ് നോക്കിയാൽ മതി നിങ്ങൾ. എന്താണ്, ഓപ്പോസിറ്റ് ആണ്, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. 50 ആണെങ്കിൽ ടോട്ടൽ 180 ആണെങ്കിൽ 180 നിന്ന് 50 കുറയ്ക്കുമ്പോൾ 130 കിട്ടും. ഓപ്പോസിറ്റ് ആംഗിൾ 130. കണ്ടോ, ഇതന്നെയല്ലേ അത്? അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അത് സിമ്പിൾ അല്ലേ? അത് സിമ്പിളായിട്ട് മനസ്സിലാവണം. ഓക്കെ, മാത്രമല്ല ഇത് മൊത്തം കൂട്ടിയാൽ, ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾസ് മൊത്തം കൂട്ടിയാൽ 360 ഡിഗ്രി കിട്ടുകയും ചെയ്യും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അതായത് ഒരു ലൈൻ, സോറി, രണ്ട് പാരലൈൻ. ഇത് ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്ന ഒരു തിയറമാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ ഇത് വെച്ച് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അത് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. രണ്ട് പാരലൈൻ, ഇതും ഇതും, ഇതിനെ വേറൊരു ലൈൻ കട്ട് ചെയ്ത് പോവാണ്. കട്ട് ചെയ്ത് പോയപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന അതേ പെയർ തന്നെ ആയിരിക്കുള്ളൂ മുകളിലും ഉണ്ടാവുക. ഇവിടെ ഉണ്ടാവുന്ന അതേ പെയർ തന്നെ ആയിരിക്കുള്ളൂ എന്ത് ചെയ്യുക, മുകളിലും ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ളതിന് എന്താ, ഒരു കുറച്ച് തിയറീസ് ഇവിടെ പഠിക്കാനുണ്ട്. അതാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? എങ്ങനെയുള്ള തിയറിയാണ്? അതായത് രണ്ട് പാരലൽ ലൈനാ വേറൊരു ലൈൻ കട്ട് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട്. ആംഗിൾസ് തമ്മിൽ പല റിലേഷൻസ് ഉണ്ട്. അത് ഏതെല്ലാം തരം ആംഗിൾസ് ആണ്, അവ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ഈ ഭാഗത്ത് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായി പഠിക്കാനുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നെന്തായിരുന്നു, ലീനിയർ പെയർ 180 ഡിഗ്രിയാണ്, രേഖീയ ജോഡി 180 ഡിഗ്രിയാണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലെ? അത് കിട്ടിയല്ലോ. ഇനിയാണ് ഇവിടെ നോക്കേണ്ടത്, ഈ ഇങ്ങനെ ഉണ്ടാവുന്ന ആംഗിൾസിന് പൊസിഷൻ ആൻഡ് ആംഗിൾ, സ്ഥാനവും കൂടുന്നു പറഞ്ഞിട്ടുണ്ട്. എന്താ, രണ്ട് സമാന്തര വരകളെ, രണ്ട് പാരലൽ ലൈൻസിന് മറ്റൊരു വര മുറിച്ച് കിടക്കുമ്പോൾ, കട്ട് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന ആംഗിൾസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ആംഗിൾ ആണ് എന്ത്, കറസ്പോണ്ടിങ് ആംഗിൾ അല്ലെങ്കിൽ സമാന കോണുകൾ. ഇതെപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, തുല്യമായിരിക്കും. ഏതൊക്കെയാണ്? ഞാൻ പറഞ്ഞ പോലെ തന്നെ നോക്കൂ, രണ്ട് പാരലൽ ലൈൻ, അതിനെ കട്ട് ചെയ്ത് പോകുന്ന വേറൊരു ലൈൻ, അങ്ങനെ ഉണ്ടാവുന്ന ആംഗിൾസ് അല്ലേ ഇത്? അത് നമുക്ക് റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡിൽ ടോപ്പിൽ വന്ന രണ്ടും എന്തായിരിക്കും നമ്മളുടെ കറസ്പോണ്ടിങ് ആംഗിൾ അല്ലെങ്കിൽ സമാന കോണായിരിക്കുള്ളൂ, ഈക്വൽ ആയിരിക്കുള്ളൂ. റൈറ്റ് സൈഡിൽ ബോട്ടം നോക്കൂ, ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വരയ്ക്കാം. നോക്കൂ, സോറി, ഒന്ന് വൃത്തിയിൽ വരയ്ക്കാം. നോക്കോളൂ, രണ്ട് പാരലൽ ലൈൻ, അതിനെ വേറൊരു ലൈൻ കട്ട് ചെയ്ത് പോവാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല, സിമ്പിൾ ആയിട്ടുള്ള വരച്ചു. അപ്പോൾ ഉണ്ടാവുന്നത്, ഇതിനെ റൈറ്റ് സൈഡിൽ നിന്നും ഇതിനെ ലെഫ്റ്റ് സൈഡിൽ നിന്നും വിളിക്കുകയാണ്. റൈറ്റ് സൈഡിൽ ടോപ്പായിട്ട് വരുന്ന ആംഗിൾസ് ഇതും അല്ലേ? ഇത് രണ്ടും എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. ഇനി റൈറ്റ് സൈഡിൽ ബോട്ടം താഴെ വരുന്ന ആംഗിൾസ് അതും കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. ഇതിനെ ഞാൻ എ എന്ന് കൊടുക്കണമെങ്കിൽ ഇതും എ ആയിരിക്കുള്ളൂ, ഇതിനെ ബി എന്ന് കൊടുക്കണമെങ്കിൽ ഇതും ബി ആയിരിക്കും, സെയിം ആയിരിക്കുള്ളൂ. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് വരുന്ന ആൾക്കാർ, ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾ ആയിരിക്കുള്ളൂ, സെയിം ആയിരിക്കുള്ളൂ. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ബോട്ടം താഴെ വരുന്ന ആൾക്കാർ, ഇത് രണ്ടും എന്തായിരിക്കുള്ളൂ, കറസ്പോണ്ടിങ് ആംഗിൾ ആയിരിക്കുള്ളൂ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ പറഞ്ഞ കാര്യം? ടോപ്പ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കുള്ളൂ റൈറ്റ് സൈഡില, ബോട്ടം ആംഗിൾസും റൈറ്റ് സൈഡിൽ ഈക്വൽ ആയിരിക്കുള്ളൂ. ലെഫ്റ്റ് സൈഡിൽ വരികയാണെങ്കിൽ ടോപ്പ് ആംഗിൾസും തമ്മിൽ ഈക്വൽ ആണ്, ബോട്ടം ആംഗിൾസും തമ്മിൽ ഈക്വൽ ആണ്. ഇതാണ് കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇതിങ്ങനെ നോക്കിയൊന്ന്, ടോപ്പ് റൈറ്റ്, ബോട്ടം റൈറ്റ്, ടോപ്പ് ലെഫ്റ്റ്, ബോട്ടം ലെഫ്റ്റ്. സിമ്പിൾ അല്ലേ? ഇതാണ് കറസ്പോണ്ടിങ് ആംഗിൾ കേട്ടോ. സ്വയം മനസ്സിലാക്കാൻ നിങ്ങൾ, ഇത് പല രീതിയിൽ വരാം, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഇനിയാണ് അടുത്തത്, നമ്മളുടെ അടുത്ത ആളാണ് അൾട്ടർനേറ്റ് ആംഗിൾ. എന്താണ് അൾട്ടർനേറ്റ് അല്ലെങ്കിൽ
മറുകോൺ അല്ലെങ്കിൽ ഇതര കോൺ, ഇങ്ങനെയൊക്കെ പറയാം. ഇതും എന്താണ്? ഈക്വൽ ആണ്, സെയിം ആയിരിക്കുള്ളൂ. നമുക്ക് നോക്കാം ഇതെങ്ങനെ ആയെന്ന് നോക്കാം. ഇതിൽ സെയിം കണ്ടീഷൻ എന്താണ്? രണ്ട് പാരലൽ ലൈനാ, വേറൊരു ലൈൻ കട്ട് ചെയ്ത് പോയേക്കാണ് അല്ലേ? അല്ല, എല്ലാ സിറ്റുവേഷനിലും അങ്ങനെയല്ലേ? അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്, നോക്കൂ, ഒരു സെഡ് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. കണ്ടോ, ഇതൊരു സെഡ് ആണല്ലോ. അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തും വരുന്ന ആംഗിൾസ് എന്തായിരിക്കുള്ളൂ? ആൾട്ടർനേറ്റ് ആംഗിൾ ആയിരിക്കുള്ളൂ. ഇനി ഇപ്പുറത്ത് നോക്കൂ, ഇതും ഒരു സെഡ് ആണല്ലോ, അതിൻ്റെ എന്താണ്? ആൾട്ടർനേറ്റ് ആംഗിൾ ആയിരിക്കുള്ളൂ. ഓക്കെ അല്ലേ? പിന്നെ കറക്റ്റായിട്ട് ആ സെഡിന് പുറത്ത് വരുന്ന ടീമുകൾ എന്തായിരിക്കുള്ളൂ? ആൾട്ടർനേറ്റ് ആംഗിൾ ആയിരിക്കുള്ളൂ. എപ്പോഴും സെഡ് നോക്കാം. ഓക്കെ, സെഡ് വെച്ചിട്ടാണ് ഇത്, ഞാനൊരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞാണ് നിങ്ങൾക്ക് ആൾട്ടർനേറ്റ് ആംഗിൾ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. സിമ്പിൾ അല്ലേ ഇത്? സിമ്പിൾ അല്ലേ? യെസ്. അപ്പോൾ രണ്ട് ടൈപ്പ് ആംഗിൾസ് പഠിച്ചു. ഒന്ന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ സമാന കോണുകൾ, എന്താ പ്രത്യേകത? ഈക്വൽ ആണ്. രണ്ടാമത്തെ ആളാരാ? ആൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ എന്താണ്? നമ്മളുടെ ഇതര കോൺ അല്ലെങ്കിൽ മറുകോൺ, അതും ഈക്വൽ ആണ്. എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കി. അടുത്ത വരുന്നത് കോ ഇന്റീരിയർ. കണ്ടോ, അകത്ത് വരുന്ന ആൾക്കാർ കോ ഇന്റീരിയർ, പുറത്ത് വരുന്ന ആൾക്കാർ കോ എക്സ്റ്റീരിയർ. ഓക്കെ അല്ലേ? സിമ്പിളായിട്ട് നോക്കൂ, ഞാൻ കാണിച്ചു തരാം. രണ്ട് ലൈൻ വരുന്നു, അതിനെ കട്ട് ചെയ്യുന്ന രണ്ട് പാരലൽ ലൈൻസിനെ വേറെ ലൈൻ കട്ട് ചെയ്ത് പോവാണ്. അപ്പോൾ രണ്ടെണ്ണം റൈറ്റ് സൈഡിൽ അകത്തുണ്ടാവുന്നുണ്ട്, അതാണ് എന്ത്? കോ ഇന്റീരിയർ. ലെഫ്റ്റ് സൈഡിലും അകത്തുണ്ടാവുന്നുണ്ട്, ഇതും എന്താണ്? കോ ഇന്റീരിയർ. ഇത് തമ്മിൽ കൂട്ടിയാൽ ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടണം. അതുപോലെ തന്നെ ഇതും കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. അത്രേ ഉള്ളൂ ഇത്. ഓക്കെ അല്ലേ? കോ ഇന്റീരിയർ അല്ലെങ്കിൽ ആന്തര സഹകോൺ തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടണം? 180 കിട്ടണം. അതേപോലെ തന്നെ എന്താണ്? കോ എക്സ്റ്റീരിയർ ഉണ്ട്, ബാഹ്യകോൺ, അവ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. 180. അപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മളുടെ കറസ്പോണ്ടിങ് ആംഗിൾസ് അതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? സമാന കോണുകൾ. പിന്നെ എന്താ? ആൾട്ടർനേറ്റ് ആംഗിൾ, അതും ഈക്വൽ ആയിരിക്കും. അതായത് ആൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മറുകോൺ അല്ലെങ്കിൽ ഇതര കോൺ. പിന്നെ കോ ഇന്റീരിയർ കൂട്ടിയാൽ എത്ര കിട്ടും? സമ്മ് എത്ര കിട്ടും? തുക 180 ഡിഗ്രി. സമ്മ് കോ എക്സ്റ്റീരിയർ ആണെങ്കിലോ അതും 180 ഡിഗ്രി. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഈ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവനാണ് ഏറ്റവും കൂടുതൽ വരാം, കറസ്പോണ്ടിങ് ആംഗിളും ആൾട്ടർനേറ്റ് ആംഗിളും. നമുക്ക് നോക്കാം, ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും നമ്മുടെ പാരലോഗ്രാമിനെ കുറിച്ച് പഠിച്ചില്ലേ? എങ്ങനെയാണ് പാരലോഗ്രാം ഇരിക്കുക? രണ്ട് പാരലൽ ലൈൻസ് ഉണ്ടാവും അല്ലേ? ഇപ്പുറത്തും അതുപോലെ തന്നെ പാരലൽ ലൈൻസ് ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ പ്രത്യേകത ദേ എ ബി സി ഡി എന്ന് കൊടുത്തു, ABCD അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കോളൂ. ഇത് രണ്ടും അഡ്ജസൻ്റ് ആംഗിൾസ് അല്ലേ? അടുത്തടുത്ത കോണുകളല്ലേ? അവ തമ്മിൽ കൂട്ടിയാൽ, അതായത് ആംഗിൾ എയും ആംഗിൾ ബിയും തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അഡ്ജസൻ്റ് ആംഗിൾസ് തമ്മിൽ കൂട്ടിയതിലായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഇവന്മാർ, ഇവനും കൂട്ടിയാലും ഇവനും കൂട്ടിയാലും എത്രയായിരിക്കും? 180 ആയിരിക്കുള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ടല്ലോ, അതായത് ആംഗിൾ എക്ക് ഈക്വൽ ആയിരിക്കും ആംഗിൾ സി. ആംഗിൾ എ 50 ആണെങ്കിൽ എന്ന് വരച്ച് കാണിക്കാം. ABCD. ആംഗിൾ എ 50 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സിയോ എത്രയായിരിക്കും? 50 ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും പാരലോഗ്രാമിൽ. അഡ്ജസൻ്റ് ആംഗിൾസ് തമ്മിൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ ബി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? 180ൽ നിന്ന് ആംഗിൾ എ കുറയ്ക്കുക, 130 വരും. ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ഇതും 130. സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? രണ്ട് റിലേഷനാണ് പറഞ്ഞത്. അഡ്ജസൻ്റ് ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആണെങ്കിൽ ഈക്വൽ ആണ്. ഏതിലാണ് ഈ കാര്യം പറഞ്ഞത്? നമ്മുടെ പാരലോഗ്രാമിലാണ്. പിന്നെ റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം, എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. എത്രയായിരിക്കും? 90 ഡിഗ്രി. എല്ലാ ആംഗിളും 90 ആയിരിക്കുള്ളൂ, 90 ഡിഗ്രി ആയിരിക്കുള്ളൂ. ഓക്കെ അല്ലേ? എല്ലാ ആംഗിളും എത്രയായിരിക്കും? ഇങ്ങനെ കാണിച്ചാൽ 90 എന്നാണ് അർത്ഥം.
മനസ്സിലാകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. 90 ഡിഗ്രി, എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കുള്ളൂ. പാരലോഗ്രാം ആണെങ്കിൽ എന്താണ്, അഡ്ജസൻറ്റ് സൈഡ്സ് തമ്മിൽ കൂട്ടിയാൽ 180യും ഓപ്പോസിറ്റ് ആംഗിൾസ്, സൈഡ്സ് അല്ല ആംഗിൾസ് ഇട്ടാ, അഡ്ജസൻറ്റ് ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. റെക്ടാങ്കിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ദീർഘചതുരമാണെന്നുണ്ടെങ്കിൽ എന്താണ്, എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കുള്ളൂ. സിമ്പിൾ അല്ലേ ഇത്? സിമ്പിളാണ്. ഓക്കെ, അതിൽ തന്നെ ഇതാണ് ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ഒരു പാരലോഗ്രാം തന്നിരിക്കുകയാണ്. ഞാൻ പേര് കൊടുത്തു CD. ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, നേരെ അത് റഫായിട്ടൊന്ന് വരയ്ക്കാം. ഓക്കെ, ഞാൻ ഇതിലേ ചെയ്യുള്ളൂ കേട്ടോ. ഇത് ഞാൻ വെറുതെ ഒന്ന് വരച്ചെന്നുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്കിൽ റഫായിട്ടൊന്ന് വരച്ചേക്കാം. നോക്കോളൂ. ABCD എന്നൊരു പാരലോഗ്രാം തന്നിരിക്കുകയാണ്. ഒരു ആംഗിൾ വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 55 ആണെങ്കിൽ ആംഗിൾ C എത്രയായിരിക്കും? ആംഗിൾ C എത്രയായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ അല്ലേടാ? അല്ലേടാ, എത്രയാടാ ഇത്? എത്രയാണ് പറഞ്ഞോ? 55 ഡിഗ്രി. സെറ്റ് അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, എന്നാൽ അഡ്ജസന്റ് ആംഗിൾസ് തമ്മിൽ കൂട്ടി എത്ര ഇടണം? അതായത് ആംഗിൾ എയും ആംഗിൾ ബിയും അല്ലേ അഡ്ജസന്റ് ആംഗിൾ. ആംഗിൾ എയും ആംഗിൾ ബിയും കൂട്ടിയാൽ എത്ര കിട്ടണമെന്നാ പറഞ്ഞേ? 180 കിട്ടണം എന്നാണ് ഞാൻ പറഞ്ഞത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ 55 ആണെന്ന് നമ്മൾക്കറിയാം. പ്ലസ് ആംഗിൾ ബി അറിയില്ല, 180 നേരത്തെ കൊടുത്തു. ആംഗിൾ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 55 നമുക്ക് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. 180 മൈനസ് 55 ആവും. എത്ര വരും? 180യിൽ നിന്ന് 50 കുറച്ചാൽ 130 ആണ്. ഒരു 5 കൂടി കുറയ്ക്കാം, 125. അപ്പോൾ ആംഗിൾ ബി എത്രയാണ്? 125 ഡിഗ്രി. ആംഗിൾ ഡി എത്രയായിരിക്കും? ഇത്രയും ശ്രദ്ധിച്ചിരുന്ന ആൾക്കാർക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും ആംഗിൾ ഡി എത്രയെന്നുള്ള കാര്യം. ഞാനതിവിടെ എഴുതുന്നില്ല. വീഡിയോ കണ്ടെന്ന് ഉള്ള ആൾക്കാർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആംഗിൾ ഡി എത്ര ഡിഗ്രി ആണെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ നോക്കട്ടെ എത്ര പേര് കറക്റ്റ് ഉത്തരം ചെയ്യുമെന്നുള്ളത് നോക്കട്ടെ. ആംഗിൾ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 55 ഡിഗ്രിയാണ്. അഡ്ജസ്റ്റന്റ് ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു 125 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു അറിയില്ല, എത്രയാണ്? ഓക്കെ അല്ലേ? അതൊന്ന് കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ നോക്കട്ടെ എത്ര പേര് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ഒരു പാരലോഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആദ്യം തന്നെ എന്ത് വേണം? അതിൻ്റെ മെഷേഴ്സൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ അളവ് തന്നിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യാം, 60 ഡിഗ്രി ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം, ഇതും 60 ആണ്. ഇവിടെ 60 ആണെങ്കിൽ അഡ്ജസൻ്റ് ആംഗിൾസ് എയും ബിയും ആണെങ്കിൽ ഇത് അഡ്ജസൻ്റ് ആംഗിൾ ആണ്. അപ്പോൾ എത്ര വരും? 180യിൽ നിന്ന് ടോട്ടൽ 180 ആണ്. ആംഗിൾ എയും ആംഗിൾ ബിയും അഡ്ജസൻ്റ് ആംഗിൾസ് ആണ്, അതായത് അടുത്തടുത്ത സൈഡുകളാണ്. തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടണം. ആംഗിൾ എ മാത്രം അറിയാമെന്നുണ്ടെങ്കിൽ 180യിൽ നിന്ന് ആംഗിൾ എ കുറയ്ക്കാം. അപ്പോൾ എത്ര വരും? 120. ഇത് 120 ആണെങ്കിൽ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 120. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യം. നോക്കൂ, ഒന്നുകൂടി പറയാം. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഓപ്പോസിറ്റ് സെയിം ആയിരിക്കുള്ളൂ, 60 ഡിഗ്രി. ഇത് 60 ആണെങ്കിൽ അഡ്ജസൻ്റ് ആംഗിൾ കൂട്ടുമ്പോൾ 180 കിട്ടണം. അപ്പോൾ ഒരെണ്ണം 60 കിട്ടിയാൽ 180യിൽ നിന്ന് ഈ 60 കുറയ്ക്കുക, അപ്പോൾ 120 വരും. ഇവിടെയും ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കില്ല, ഇതും 120. ഈ അളവ് വെച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വരച്ചാൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അല്ലേ? സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റില്ലേ? യെസ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ദ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ഇൻ എ ഫിഗർ ആർ പാരലൽ. അതായത് നോക്കൂ എല്ലാവരും, താഴെ തന്നിരിക്കുന്ന ഫിഗറിൽ ടോപ്പ് ആൻഡ് ബോട്ടം, മുകളിലുള്ള ലൈനും താഴെയുള്ള ലൈനും ബ്ലൂ ലൈൻസ് പാരലൽ ആണ്. അപ്പോൾ അതിങ്ങനെ കൊടുക്കാം, ABCD. ഓക്കെ, ABCD. അപ്പോൾ എന്താ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ലൈൻ? AB സമാന്തരമാണ്, AB പാരലൽ ടു എന്താ? CD. ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടി. ഈ ലൈനാണ് എഴുതിയിരിക്കുന്നുണ്ടാ. ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻ പാരലൽ ആണ്, അതാണ് ചുരുക്കി എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഗ്രീൻ ലൈൻസ്. അതായത് ഈ ആംഗിൾ, ഗ്രീൻ ലൈൻസിനിടയിലുള്ള ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യം, ABക്ക് പാരലലായി ആ ആംഗിളിലൂടെ തന്നെ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ ആണല്ലോ? ABക്ക് പാരലലായി ആംഗിളിലൂടെ തന്നെ ഒരു ലൈൻ വരയ്ക്കാം. യെസ്. അപ്പോൾ നോക്കൂ എല്ലാവരും,
അതിന് ഞാൻ പേര് കൊടുത്തു പി ക്യു. പി ക്യു ഓക്കെ അല്ലേ? പി ക്യു എന്ന് വെറുതെ പേര് കൊടുത്തു. അപ്പോൾ ഈ 2 ലൈൻ മാത്രം നോക്കാം കേട്ടോ. ഈ 2 ലൈൻ, ആ 2 ലൈൻ മാത്രം സാറോട് വരയ്ക്കാൻ നോക്കൂ. ഇത് എ ബി, താഴെയുള്ള പി ക്യു, ഇത് പി ക്യു. അതിനാ ഇങ്ങനെ ഒരു ലൈൻ കട്ട് ചെയ്ത് പോയേക്കാണ്. ദാറ്റ് മീൻസ് എന്താണ്? 2 പാരലൽ ലൈൻസിനാ വേറൊരു ലൈൻ കട്ട് ചെയ്ത് പോയേക്കാണ്. 2 പാരലൽ ലൈൻസിനാ വേറൊരു ലൈൻ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മക്കളെ അവിടെ കുറച്ച് ആംഗിൾസ് ഉണ്ടാവുന്നില്ലേ? ഉണ്ടാവുന്നില്ലേ? ഉണ്ടാവുന്നുണ്ട്. അറിയാം. ഏതൊക്കെ ആംഗിൾസ് ഉണ്ടാവാം? സാറേ കറസ്പോണ്ടിങ് ആംഗിൾ, അയ്യോ സാറേ അൾട്ടർനേറ്റ് ആംഗിൾ, സമാന കോണോ, ഇതര കോണോ, കോ ഇന്റീരിയറോ കോ എക്സ്റ്റീരിയറോ, അങ്ങനെ ഏതെങ്കിലും ആംഗിൾ ഉണ്ടാവാം. അപ്പോൾ ഇതിൽ തന്നെ ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്, ഏതാ? 40. അപ്പോൾ നമുക്ക് ഇവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ പകുതി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം സാറേ എന്നൊരു ഐഡിയ ഉണ്ട്. എനിക്ക് സാർ ഒരു ഐഡിയ പറഞ്ഞു തന്നിരുന്നല്ലോ. ഇങ്ങനെ വന്നാൽ എങ്ങനെ നോക്കണം? നോക്കൂ, ഇവിടെ ഒരു സെറ്റ് കിടക്കുന്നില്ലേ സാറേ? നോക്കൂ. യെസ്. അപ്പം എന്തായി? അൾട്ടർനേറ്റ് ആംഗിളായി. അവിടെ 40 ആണെങ്കിൽ ഇവിടെയും 40 ആണ്. സെറ്റാണോ? മനസ്സിലായല്ലോ അത്? യെസ്, അൾട്ടർനേറ്റ് ആംഗിൾ ആണ്. ഇനി നമുക്ക് ഈ താഴെ കിടക്കുന്ന സി ഡി ഇല്ലേ, സി ഡി, ആ സി ഡിനെയും കൂടി ഒന്ന് വരയ്ക്കാം. സി ഡിനെ വരയ്ക്കാം. അപ്പോൾ ഈ 2 ലൈൻ മാത്രം നോക്കാം കേട്ടോ. അതായത് പി ക്യൂവും സി ഡിയും മാത്രം നോക്കുക. അതിനാ ഒരു ലൈൻ കട്ട് ചെയ്ത് പോകുന്നില്ലേ? അതായത് ഇത് നോക്കണ്ട, എ ബിയുടെ കാര്യം വിടൂ. താഴെ പി ക്യൂവും സി ഡിയും പി ക്യൂവും മാത്രം നോക്ക്. ഇതാണ് സി ഡിയും പി ക്യൂവും മാത്രം നോക്ക്. അതിനെ വേറൊരു ലൈൻ കട്ട് ചെയ്ത് പോകുന്നില്ലേ? യെസ്, കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം സാറേ അവിടെയും കുറച്ച് ലൈൻസ് കുറച്ച് ആംഗിൾസ് ഉണ്ടാവുന്നില്ലേ? ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇവിടെ 50 ഡിഗ്രി ആണെന്ന് അറിയാം. കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. അപ്പോൾ വീണ്ടും നോക്കുമ്പോൾ സാറേ ഇതേ കാണുന്നു, എന്ത്? ഇവിടെയും കാണുന്നു ഒരു സെറ്റ്. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെയും 50 ആയിരിക്കും. അൾട്ടർനേറ്റ് ആംഗിൾ. റീസൺ എന്താണ്? അൾട്ടർനേറ്റ് ആംഗിൾ. ഓക്കെ അല്ലേ? എന്താണ് അൾട്ടർനേറ്റ് ആംഗിൾ? നോക്കൂ, ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ച് നോക്കൂ. ഇത് 2 ലൈൻ, അതിനെ വേറൊരു ലൈൻ കട്ട് ചെയ്ത് പോയപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി. അപ്പോൾ നമ്മൊരു സെറ്റ് നോക്കി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെയും എന്തായിരിക്കുള്ളൂ? സെയിം ആയിരിക്കുള്ളൂ. ഇവിടെ 40 ആയതുകൊണ്ട് ഇവിടെയും 40 ആയി. പിന്നെ വേറൊരു ലൈൻ താഴെയുണ്ട്, അതിനെ വേറൊരു ലൈൻ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെയും 50 ആയിരിക്കുള്ളൂ. റീസൺ എന്താണ്? അൾട്ടർനേറ്റ് ആംഗിൾ. ഇവിടെയും ഒരു സെറ്റ് കാണാൻ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻ ഈ നടുക്ക് കാണുന്ന ആംഗിൾ കണ്ടെത്താനായിരുന്നു. ശരിയല്ലേ? നടുക്ക് കാണുന്ന ആംഗിൾ കണ്ടെത്താൻ വേണ്ടി ഇത് രണ്ടും കൂട്ടിയാൽ പോരെ. അപ്പോൾ 40 + 50 = 90 ഡിഗ്രി. മനസ്സിലായല്ലോ? ഈ ക്വസ്റ്റ്യൻ, ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ പക്കയായിട്ട് മനസ്സിലായെങ്കിൽ അതും എന്ത് ചെയ്യുക? സാറേ മനസ്സിലായെന്ന് പറഞ്ഞൊരു തമ്പ് ഇട്ടേക്കാം കേട്ടോ. കമൻറ്റ് ബോക്സിൽ അടിച്ചു പൊളിക്കാം നമുക്ക്. യെസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമ്മളുടെ എന്താണ്, ട്രയാങ്കിൾസിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. വേറൊന്നുമല്ല ട്രയാങ്കിൾസിൻ്റെ കാര്യം പറയുന്നത്. നമ്മളൊരു ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഓക്കെ, എ ബി സി. ഇത് 50, ഇത് 60, ഇത് 70. ഒന്ന് കൂട്ടി വയ്ക്കുക നിങ്ങളെല്ലാവരും. 50, ആംഗിൾ എ 50 ആണ്, ആംഗിൾ സി 60 ഡിഗ്രിയാണ്, ആംഗിൾ ബി 60 ഡിഗ്രിയാണ്, ആംഗിൾ സി 70 ഡിഗ്രിയാണ്. കൂട്ടിയാൽ 180 ഡിഗ്രി. ഏതൊരു ട്രയാങ്കിൾ എടുത്താലും അതിൻ്റെ 3 ആംഗിൾസും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടും. ദ സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഏത് ത്രികോണത്തിലെയും കോണുകളുടെ എല്ലാം തുക 180 ഡിഗ്രി ആയിരിക്കും. സെറ്റാണോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ നോക്കി നിങ്ങൾ. ഞാനൊരു ട്രയാങ്കിൾ വരച്ചു. ഒരെണ്ണം ഞാൻ 70 ഡിഗ്രി എന്ന് എഴുതി, വേറൊരെണ്ണം ഇതും 70 ഡിഗ്രി എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? എടാ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ടോട്ടൽ എത്രയുണ്ട്? 180 ഉണ്ട്. ആ 180ൽ നിന്ന് ഇത് രണ്ടും കുറച്ചാൽ പോരെ? 70 + 70 കുറച്ചാൽ പോരെ? അതല്ലേ മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ വേണ്ടത്. അപ്പോൾ 180ൽ നിന്ന്
140 കുറയ്ക്കുക. 70 + 70 140, 40 ഡിഗ്രി. മനസ്സിലാക്കി പോകണം കേട്ടോ, സിമ്പിൾ കാര്യമാണ്. ഓക്കെ അല്ലേ? യെസ്. നിങ്ങളൊരു കാര്യം നോക്കി, ഒരു കാര്യം ശ്രദ്ധിച്ച്. എന്താണ്, ഞാൻ കുറച്ച് റിലേഷൻസ് പറഞ്ഞല്ലോ, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. കുറേ കാര്യമാകുമ്പോൾ ഒന്ന് ഫില്ലാവാൻ വേണ്ടിയിട്ടാണ്. റെസ്പോണ്ടിങ് ആംഗിൾ അല്ലെങ്കിൽ സമാന കോൺ എങ്ങനെയായിരിക്കും? ഈക്വൽ. അൾട്ടർനേറ്റ് ആംഗിൾ അല്ലെങ്കിൽ ഇതര കോൺ എങ്ങനെയായിരിക്കും? ഈക്വൽ. ഒരു പാരലോഗ്രാം എടുത്താൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അഡ്ജസന്റ് ആംഗിൾസോ തമ്മിൽ കൂട്ടിയാൽ 180. ഒരു ട്രയാംഗിളിലെ ടോട്ടൽ ആംഗിൾസ് എത്രയായിരിക്കും? 180 ഡിഗ്രി. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ട്രയാംഗിളിന്റെ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം ഒരു ട്രയാംഗിളിലെ എല്ലാ ആംഗിളും കൂട്ടിയാൽ 180 കിട്ടും. രണ്ട് ആംഗിൾസ് അറിയാം, ഏതൊക്കെയാണ്? 40 + 60. എങ്ങനെയാണ് അപ്പോൾ കണ്ടുപിടിക്കുക? 180ൽ നിന്ന് മറ്റേത് രണ്ടും കൂട്ടിയിട്ട് അത് കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 180 - 40 + 60 100 = 100. എത്ര ഡിഗ്രിയാണ് അപ്പോൾ? 100 ഡിഗ്രി. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? യെസ് യെസ് യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതേ തന്നിരിക്കുന്നു നമ്മളുടെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ വരച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ്? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ വരച്ചു വെച്ചിരിക്കുകയാണ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് നമുക്കറിയാലോ, നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾ. ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ എല്ലാ ആംഗിളും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം എത്ര ഉണ്ടാവും? 90 ഉണ്ടാവും. ഇത് മൊത്തം എത്ര ഉണ്ടാവും? 90 ഉണ്ടാവും. ആ മൊത്തത്തിൽ ഇത്രയും ഭാഗം, ഈ ഭാഗം മാത്രം 25 വന്നാൽ ബാക്കിയുള്ള ഭാഗം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ടോട്ടൽ 90 ഉണ്ടല്ലോ, 90ൽ നിന്ന് 25 കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 65. ഓക്കെ. ഇവിടെയാണെങ്കിലോ, ഇവിടെ എത്രയുണ്ട്? ടോട്ടൽ 90 ഉണ്ട്. ഇത്രയും മാത്രം 40 ഉണ്ട്. അപ്പോൾ 90ൽ നിന്ന് 40 കുറച്ചാൽ എത്ര വരും? 50. അപ്പോൾ ഇത് 65ഉം ഇത് 50യും വരും. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്ന ഈ ഒരു ട്രയാങ്കിളിലെ മൊത്തം ആംഗിൾസ് കണ്ടുപിടിക്കാനാണ്. ഞാൻ ആ ട്രയാങ്കിളിനെ എടുത്ത് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇത് നമുക്ക് 50 എന്നും ഇത് 65 എന്നും കിട്ടി. ഓക്കെ അല്ലേ? ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ മാത്രമല്ലേ കണ്ടുപിടിക്കാനുള്ളൂ. ടോട്ടൽ ആംഗിൾ എത്രയാണ്? കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. മൈനസ് ബാക്കി രണ്ട് കൂട്ടാം, 65 + 50. എത്ര വരും? 180 ഡിഗ്രി മൈനസ് 65ൻ്റെ കൂടെ 50 കൂട്ടി എത്ര വരും? 65 + 50 കൂട്ടി നോക്കാം. 65ഉം 50 0 1 30 ആണ് വരാം. അല്ലല്ലോ, ഓ തെറ്റിപ്പോയി. 65 + 50 5 6ഉം 5ഉം കൂട്ടിയാൽ എത്ര വരും? 11 അല്ലേ? 115 വരും. 180ൽ നിന്ന് 115 കുറച്ചാൽ എത്ര വരും? 65 ഡിഗ്രി വരും. ഇതും എത്ര തന്നെയാണ് അപ്പോൾ? 65 ഡിഗ്രി. അപ്പോൾ അതിനർത്ഥം ആ ട്രയാങ്കിൾ ഒന്ന് എടുത്ത് വരച്ച് വയ്ക്കാം നമുക്ക്. ആ ട്രയാങ്കിളിലെ ഈ ആംഗിൾ 65, ഈ ആംഗിൾ 50, ഈ ആംഗിൾ 65. സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. ദ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ഇൻ എ ഫിഗർ ആർ പാരലൽ. അതായത് ഈ ലൈനും പാരലൽ ആണ്. എ ബി ഈസ് പാരലൽ ടു സി ഡി. എ ബി ഈസ് സമാന്തരമാണ് സി ഡി. മനസ്സിലായി? ഓക്കെ അല്ലേ? കാൽക്കുലേറ്റ് ദ തേർഡ് ആംഗിൾ ഓഫ് ബോട്ടം ട്രയാങ്കിൾ ആൻഡ് ദി ഓൾ ആംഗിൾസ് ഓഫ് ദി ടോപ്പ് ട്രയാങ്കിൾ. എന്ന് പറഞ്ഞാൽ ബോട്ടം ട്രയാങ്കിളിലെ ഈ ആംഗിളും ടോപ്പ് ട്രയാങ്കിളിലെ ഈ 3 ആംഗിളും കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ആ ഫിഗർ ഒന്ന് അതിനെ വരച്ചു വയ്ക്കാം. ഇതൊരു ലൈൻ, ഇത് വേറൊരു ലൈൻ. ഇത് രണ്ടും പാരലൽ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? രണ്ട് പാരലൽ ലൈനാണ് കേട്ടോ. സാർ ജസ്റ്റ് ഇതിനെ വെറുതെ എക്സ്റ്റെൻഡ് ചെയ്ത്, വെറുതെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ അല്ലേ? വരയ്ക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത്
ഈ ലൈൻ മാത്രം എടുക്കുകയാണ്. എ ഡി എന്ന് പറയുന്ന ഈ ലൈൻ മാത്രം. ഓക്കെ, എ ഡി എന്ന് പറയുന്ന ഈ ലൈൻ മാത്രം എടുത്തു. പേര് കൊടുത്തിട്ടുണ്ടല്ലോ സാർ ഓൾറെഡി. ഏതൊക്കെയാ? എ ബി സി ഡി. നോക്കൂ, രണ്ട് പാരൽ ലൈനാ, വേറൊരു ലൈൻ കട്ട് ചെയ്ത് പോയതാണോ ഇത്? ആണെയാ? അല്ലേ അല്ലേ അല്ലേ? അങ്ങനെ വന്നാൽ എന്താണ്? നോക്കൂ, നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ? ഒരു സെറ്റ് ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? അല്ലേ? രണ്ട് പാരൽ ലൈനാ, വേറൊരു ലൈൻ കട്ട് ചെയ്ത് പോകുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ആൾട്ടർനേറ്റ് ആംഗിളും കറസ്പോണ്ടിങ് ആംഗിളൊക്കെ ഉണ്ടാവുന്നുണ്ട്. സെറ്റ് വന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം? സെറ്റ് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം അത് ആൾട്ടർനേറ്റ് ആംഗിൾ ആണ്, അല്ലെങ്കിൽ ഇതര കോൺ അല്ലെങ്കിൽ മറുകോണാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഒരു 45 ഉണ്ട്, ഇവിടെ 45 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെയും 45 ആയിരിക്കും. ആൾട്ടർനേറ്റ് ആംഗിൾ ആണ്. സെറ്റല്ലേ? സെറ്റല്ലേ മക്കളെ? യെസ്. നോക്കൂ, നമുക്ക് കുറച്ച് നേരത്തേക്ക് ഈ ലൈൻ ഒന്ന് കളഞ്ഞേക്കാം, എന്നിട്ട് ഇങ്ങോട്ട് പോവാം. ഈ ലൈൻ നോക്കി നിങ്ങൾ, ഈ ലൈൻ നോക്കി. ബി സി എന്ന് പറയുന്ന ലൈൻ നോക്കട്ടാ. ബി സി എന്ന് പറയുന്ന ലൈൻ വരയ്ക്കേണ്ട. യെസ്, ഇതും എന്താണ് മക്കളെ? ഇതും എന്താണ്? രണ്ട് പാരലൽ ലൈൻസിനാ ബി സി എന്ന് പറയുന്ന ഒരു ലൈൻ കട്ട് ചെയ്ത് പോകുന്നല്ലേ? അല്ലേ അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ? എത്ര തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണത്? 35 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു സെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പം ഇവിടെ എത്രയായിരിക്കും? 35 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ മുകളിലത്തെ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾ നമുക്ക് കിട്ടിയില്ലേ? ഏതൊക്കെയാണെന്ന് പറഞ്ഞ എല്ലാവരും. ഇതെത്രയാണ്? ഇത് 45ഉം ഇതെത്രയാണ്? ഇത് 35ഉം. സിമ്പിൾ അല്ലേ? എല്ലാവർക്കും സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. അപ്പോൾ ക്വസ്റ്റ്യന് തരുന്നില്ല, എല്ലാ ആംഗിളും കണ്ടെത്തണം. ബോട്ടം ട്രയാങ്കിളിലെ ഈ ആംഗിൾ കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യണം? രണ്ട് ആംഗിൾ അറിയാം ട്രയാങ്കിളില്ല. മൂന്നാമത്തെ ആംഗിൾ കിട്ടാൻ വേണ്ടി തരണം 180 എന്ന് കുറയ്ക്കണം. 180 മൈനസ് 35 പ്ലസ് 45 എത്ര വരും? 180 മൈനസ് എത്ര വരും? 80 ഇസ് ഈക്വൽ ടു 100. ഇത് 100 ആണ്. ഇത് 100 ആണെങ്കിൽ ഞാൻ ഈ ആംഗിളും 100 എന്ന് എഴുതണം. ഇത് 100 ആണെങ്കിൽ ഈ ആംഗിൾ, ഇത് 100 എഴുതിയപ്പോൾ ഈ ആംഗിളും ഞാൻ 100 എന്ന് എഴുതേണ്ട. അപ്പോൾ രണ്ട് ട്രയാങ്കിളിലെയും എല്ലാ ആംഗിൾസും കിട്ടി. ഇത് കിട്ടി, എല്ലാം കിട്ടി. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും ഇത് 100 ആയപ്പോൾ ഇതും 100 ആയത്? അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടില്ല. അറിയാവുന്നവരെല്ലാവരും കമൻറ്റ് ബോക്സിൽ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം. കാരണം ഇത്രേ ഉള്ളൂ, ക്ലാസ് ശ്രദ്ധിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടായിരിക്കും അത് 100 വന്നേന്നുള്ളത്. എത്ര പേര് ഞാൻ ആദ്യം പറഞ്ഞ ആ തിയറീസൊക്കെ ശ്രദ്ധിച്ചു എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ചെയ്യാനുള്ള ഏകദേശം ഇനിയൊരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. നോക്കിക്കോളൂ. ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് എ ലാർജ് ട്രയാങ്കിൾ ആർ പാരലൽ ടു ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഓഫ് എ ലാർജ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ലാർജ് ട്രയാങ്കിളിൻ്റെ ലെഫ്റ്റ് സൈഡും സ്മോൾ ട്രയാങ്കിളിൻ്റെ എന്താ ലെഫ്റ്റ് സൈഡും ഇതല്ലേ അത്? ഇവന്മാർ രണ്ടുപേരും എന്താണ് മക്കളെ? പാരലലാണ്. ഓക്കെ അല്ലേ? ഇവന്മാർ രണ്ടുപേരും എന്താണ് മക്കളെ? പാരലലാണ്. ഓക്കെ, അതേപോലെ തന്നെ റൈറ്റ് സൈഡുകൾ തമ്മിൽ നോക്കൂ. ഞാൻ വേറെ വേറെ കളർ കൊടുക്കാം. പാരലൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന വേണ്ട, ഈ ലൈനും എന്താണ്? പാരലലാണ്. ഈ ലൈനും പാരലലാണ്. ഓക്കെ, സെറ്റല്ലേ? യെസ്, എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ദ അതർ ടു ആംഗിൾസ് ഓഫ് ലാർജ് ട്രയാങ്കിൾ. വലിയ ട്രയാങ്കിളിലെ മറ്റു രണ്ട് ആംഗിൾ, ഈ ആംഗിളും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, കാൽക്കുലേറ്റ് ദ അതർ ടു ആംഗിൾസ് ഓഫ് ലാർജ് ട്രയാങ്കിൾ ആൻഡ് ദി ആംഗിൾസ് ഓഫ് സ്മോൾ ട്രയാങ്കിൾ. സ്മോൾ ട്രയാങ്കിളിലെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ ആംഗിളിൽ
ഈ ട്രയാങ്കിളിലെ ഈ ആംഗിൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഒറ്റയടി കണ്ടുപിടിക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ആർക്കെങ്കിലും അറിയോ? ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? ഒരു ലൈനിൽ ഉണ്ടാവുന്ന ആംഗിൾസ് എല്ലാം കൂട്ടിയാൽ എത്ര വരും? 180 കിട്ടും. ലീനിയർ പെയർ, രേഖീയ ജോഡി എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇത് 60 ആണെങ്കിൽ, ഇത് 70 ആണെങ്കിൽ, ഇത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ടോട്ടൽ 180 അല്ലേ? 180 മൈനസ് 60 പ്ലസ് 70 ഈക്വൽ ടു 180 മൈനസ് 60 പ്ലസ് 70 എത്രയാണ് മക്കളെ? 60 പ്ലസ് 70 എത്രയാണ്? നിങ്ങൾ തന്നെ പറഞ്ഞു. 60യും 70യും കൂട്ടി എത്ര കിട്ടും? യെസ്, 130 കിട്ടും. ഇത് എത്രയാണ് അപ്പോൾ? 50 ഡിഗ്രി. സെറ്റാണോ? 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 സെറ്റിമസാ? ഓക്കെ, സെറ്റാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കൂ, ഞാൻ ഈ ഓറഞ്ച് ലൈൻസ് മാത്രം നോക്കാം കേട്ടോ. ടും ടും 2 പാരലൈൻസ് അല്ലെ, ഓറഞ്ച് ലൈൻസ്. അത് ഞാൻ എടുത്തിട്ട് ഇപ്പുറം വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് 50 നമുക്ക് കിട്ടിയിട്ടോ? ഇത് 50 കിട്ടിയിട്ടോ? ഓക്കെ, ഞാനിവിടെ വരയ്ക്കുകയാണ്. ആ ഓറഞ്ച് ലൈൻസ് 1, മരത്തിൽ കുറച്ച് നീളം കുറവാണല്ലേ, 2. ഇപ്പം ഇത് രണ്ടും പാരലാണല്ലോ, അങ്ങനല്ലേ ക്വസ്റ്റ്യനിൽ? ഈ ഓറഞ്ച് ലൈൻസ് പാരലല്ലേ? 1 പാരലല്ലേ? ഓക്കെ, പാരലാണ്. ഞാനിത് വെറുതെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ്. ഓക്കെ, 2 പാരലൈൻസ് ആണ്. ഓക്കെ, ആ പാരലൈനാ വേറൊരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഈ ഗ്രീൻ ലൈൻ നോക്കി താഴെയുള്ള, ഞാനിപ്പോൾ ബ്ലൂ ലൈൻ വെച്ച് വരച്ച അല്ലേ? അപ്പം ഞാൻ ആ കട്ട് ചെയ്ത് പോയ ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. നോക്കൂ, അതിൻ്റെ ഒരു സൈഡിലുണ്ടായ ഒരു ആംഗിൾ ഇത് 50 ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇതും എന്തായിരിക്കും? 50 ആയിരിക്കും. വാട്ട് ഈസ് ദ റീസൺ? അത് 50 ആവാനുള്ള കാരണം എന്താണ്? എന്താണ് കാരണം? ഇത് രണ്ടും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾ അല്ലെങ്കിൽ സമാന കോണുകളാണ്. ഓക്കെ അല്ലേ? നോക്കൂ, രണ്ടും ബോട്ടം അല്ലേ? നമ്മളിങ്ങനെ പഠിച്ചില്ലേ? ടും 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 ബോട്ടം കിടക്കുന്ന 2 ആംഗിൾസ് അല്ലേ? ബോട്ടം ഈ ലൈനിൻ്റെ താഴെ, ഈ ലൈനിൻ്റെ താഴെ പാരലൈൻ കട്ട് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന ഇത് രണ്ടും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾ ആണ്. അപ്പം നമുക്കിത് കിട്ടിയല്ലോ. ഇത് എത്ര കിട്ടി? 50 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പുറത്ത് നോക്കി, ഈ ബ്ലൂ ലൈനും ഈ ബ്ലൂ ലൈനും നോക്കി എല്ലാവരും. ആ ബ്ലൂ ലൈൻ വരയ്ക്കേണ്ട. ബ്ലൂ ലൈൻ ഞാൻ വേറെ ഇങ്ങോട്ട് വരയ്ക്കാം. ഇതാണ്, ഇത് രണ്ടും പാരലലാണ്. ഈ 2 ലൈനും പാരലാണ്, അതായത് ഇതും ഇതും. ആ പാരലായ ലൈൻസിനെ കട്ട് ചെയ്ത് പോകുന്ന ഒരു ലൈനല്ലേ അത്? അല്ലേ 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 അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും മക്കളെ? 60 ആയിരിക്കും. ഓക്കെ അല്ലേ? എന്താ റീസൺ? കറസ്പോണ്ടിങ് ആംഗിൾ അല്ലെങ്കിൽ സമാന കോണുകൾ. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിളിലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടി? 2 ആംഗിൾ കിട്ടി, 15, 16 കിട്ടി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 180 മൈനസ് 50 പ്ലസ് 60. 180 മൈനസ് 50 പ്ലസ് 60 എത്രയാണ്? 110. അപ്പോൾ എത്ര വരും? 180 മൈനസ് 110 70. ഇവിടെ എത്ര തന്നെ? ഇവിടെയും 15, 60 തന്നെയല്ലേ? ഇവിടെയും 70. അപ്പോൾ എല്ലാ ആംഗിൾസും കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ ഈ ക്വസ്റ്റ്യൻ? യെസ് 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 യെസ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഈ ചാപ്റ്ററിൽ ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ പാരലോഗ്രാം. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ ഒരു പാരലോഗ്രാമിൻ്റെ ഉള്ളിൽ വരച്ചേക്കാണ്. അതിൻ്റെ ആംഗിൾസ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു പാരലോഗ്രാം ദേ ഞാൻ ആ റിലേഷൻസ് ഒന്ന് പറഞ്ഞു വയ്ക്കാം. ഞാനൊരു പാരലോഗ്രാം വെറുതെ വരയ്ക്കുകയാണ്. ഓക്കെ, ആ പാരലോഗ്രാമിൽ ക്വസ്റ്റ്യൻ തന്നിരിക്കണം. ഇവിടെ 110 തന്നിരിക്കണം. അവിടെ 110 തന്നിട്ടുണ്ടെങ്കിൽ ഇത് 110. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇത് രണ്ടും അഡ്ജസൻ്റ് ആംഗിൾസ് അല്ലേ മക്കളെ? അല്ലേ? അഡ്ജസൻ്റ് ആംഗിൾസ് അല്ലേ? അഡ്ജസൻ്റ് ആംഗിൾസ് തമ്മിൽ കൂട്ടിയിൽ എത്ര കിട്ടും? 180 കിട്ടും. ഓക്കെ, ഒരെണ്ണം 110 കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റേത് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഒരെണ്ണം 180 കുറയ്ക്കാം.
110 കുറയ്ക്കുമ്പോൾ 70, ടോട്ടൽ 70 കിട്ടി. ഓക്കെ അല്ലേ? പാരലോഗ്രാമിൽ ഇവിടെ ടോട്ടൽ 70 കിട്ടി. ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണ്. 110ൻ്റെ ഈക്വൽ എന്താണ്? ഇവിടെ 110 കിട്ടി. ഓക്കെ അല്ലേ? യെസ്, ഇത്രയും കാര്യം മനസ്സിലായി. ഇതിനുള്ളിൽ കൊണ്ടുവന്നാണ് എന്ത് വെച്ചാൽ ചെയ്യുന്നത്? നമ്മളുടെ ട്രയാങ്കിൾ വരച്ച് വെച്ചേക്കുന്നത്. ഓക്കെ അല്ലേ? ട്രയാങ്കിൾ വരച്ച് വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം മനസ്സിലായി, ടോട്ടൽ ഇവിടെ 70 ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എന്നാൽ ഇതിൻ്റെ പുറത്ത് 30 ഉണ്ട് അല്ലേ? നോക്കൂ, അതായത് പുറത്ത് 30 എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, ഇത്രയും ഭാഗമില്ലേ, ഇത്രയും ഭാഗം 30 ആണ്. അപ്പോൾ ഈ ഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 70യിൽ നിന്ന് 30 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടി? ഇവിടെ 40 ഡിഗ്രി കിട്ടി. ഓക്കെ അല്ലേ? സെറ്റാണ്. അതുപോലെ തന്നെ ഈ ഭാഗം എത്രയെന്ന് പറയുന്നത്? ഈ ഭാഗം 60 ആണ്. അപ്പോൾ ഈ ഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 110ൽ നിന്ന് 60 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 50 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഉള്ളിലുള്ള ട്രയാങ്കിൾ ഇങ്ങനെ വരച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 40 കിട്ടി, ഇവിടെ 50 കിട്ടി. ഓക്കെ, മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു ട്രയാങ്കിളിലെ മൊത്തം ആംഗിൾ കൂട്ടിയാൽ എത്ര കിട്ടൂടാ? 180 അല്ലേ? 180 മൈനസ് 50 പ്ലസ് 40. 180 മൈനസ് അത് ഞാൻ പറയില്ല, ഒരു സംഖ്യ ചെയ്യുമ്പോൾ ഇത് കിട്ടും. എത്ര കിട്ടി എന്നുള്ള കാര്യം അതും എന്ത് ചെയ്യുക? കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കാം. കറക്റ്റ് ആൻസർ ആണെന്നുണ്ടെങ്കിൽ ഞാനത് ലൈക്ക് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് റിപ്ലൈ ചെയ്തേക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? എല്ലാവരും പ്രോപ്പറായിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? ചാപ്റ്റർ പാരലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ? കറസ്പോണ്ടിങ് ആംഗിളും ആൾട്ടർനേറ്റ് ആംഗിളും, സമാന കോണുകളും അതേപോലെ തന്നെ എന്താണ് ഇതര കോണുകളും ഈക്വൽ ആയിരിക്കുള്ളൂ അല്ലേ? കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയിരിക്കുള്ളൂ, ആൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കുള്ളൂ. ആ കാര്യം പഠിച്ചു. ലീനിയർ പെയർ തമ്മിൽ കൂട്ടിയാൽ 180, രേഖീയ ജോഡി, ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണെന്നുള്ള കാര്യം പഠിച്ചു. പിന്നെന്താണ്? ഒരു പാരലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് തമ്മിൽ കൂട്ടിയാൽ 180 ആണെന്നും ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിൽ കൂട്ടിയാൽ അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നും പഠിച്ചു. റെക്ടാങ്കിൾ ആണെങ്കിൽ എല്ലാ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കുള്ളൂ. ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ എല്ലാ ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. എല്ലാവർക്കും പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നെടുത്ത കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും വീണ്ടും ചെയ്ത് നോക്കാം. നമ്മൾ മാത്സ് കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം ചെയ്ത് പഠിക്കാത്തതാണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്ത് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യം കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ടാറ്റാ.